എല്ലാവർക്കും നമസ്കാരം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കേരള കോൺഗ്രസും ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ മത്സരവും ആയി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരള കോൺഗ്രസ് എം 2020 UDF-ൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ആ വർഷം ഡിസംബർ മാസത്തിൽ നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ സഖ്യങ്ങളും വിട്ട് കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ മുന്നണി വളരെ വിശാല മനസ്കതയോടെ നമ്മളെ സ്വാഗതം ചെയ്തതുകൊണ്ട് ആ മുന്നണിയുമായി ചേർന്ന് നിന്നാണ് മത്സരിച്ചത്. ആ മത്സരത്തിൽ വളരെ പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടായത് നമ്മുടെ മധ്യ കേരളത്തിൽ അതുവരെ ഇടതുമുന്നണിക്ക് കയറി ചെല്ലാൻ കഴിയാതിരുന്ന പലയിടങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിൻബലത്തോടുകൂടി വളരെ അനായാസമായി മുന്നണിക്ക് കടന്നു ചെല്ലാനും അവിടെ വിജയം കൊയ്യാനും കഴിഞ്ഞു എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലെ 51 എണ്ണവും LDF-നായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ 14 സീറ്റോടുകൂടി LDF വ്യക്തമായ ഭൂരിപക്ഷം നേടി അധികാരം പിടിച്ചെടുത്തു. കോട്ടയം ജില്ലയിലെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 എണ്ണവും LDF-നായിരുന്നു. ഇത്തരത്തിൽ ഒരു വൻ വിജയം നേടുന്നതിന് ഇടതുമുന്നണിയെ സഹായിച്ചത് കേരള കോൺഗ്രസിൻ്റെ രംഗപ്രവേശമായിരുന്നു. ഇത് ഏകപക്ഷീയമായ ഒരു കാര്യമല്ല. ഇതിൻ്റെ ഫലമായി കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണിയുടെ ലേബലിൽ മത്സരിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒട്ടേറെ സീറ്റുകൾ തിരിച്ചു പിടിക്കാനും പുതിയതായി ഒട്ടേറെ സീറ്റുകൾ സ്വന്തമാക്കാനും കഴിഞ്ഞു എന്നത് നിസ്സാരമായ കാര്യമല്ല. ഉൾപ്രദേശങ്ങളിലെ പല പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസിനെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരത്തക്ക വിധത്തിലുള്ള ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി നേടുവാൻ കഴിഞ്ഞത്. അപ്പം ഈ ഒരു പരസ്പര ഉപകാരം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഈ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇപ്പോൾ മറ്റൊരു വിധിയെഴുത്തിനെ അഭിമുഖീകരിക്കുകയാണ്. 2020 കേരളത്തിലുണ്ടായിരുന്ന 941 ഗ്രാമപഞ്ചായത്തുകളിൽ 514 എണ്ണവും നേടിയത് LDF ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 58% ആണ് LDF-ൻ്റെ കോട്ടായിൽ വന്നത്. ആ വിജയം ഈ വർഷം അതിനേക്കാൾ കുറെ കൂടി തിളക്കത്തോടുകൂടി നേടാൻ ഇടതുമുന്നണിക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കേരള കോൺഗ്രസ് എം അന്നത്തേതിനേക്കാൾ കുറെ കൂടി ഭദ്രമായ നിലയിൽ അതിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നു എന്നതും ജനങ്ങളിലേക്ക് മുമ്പെങ്ങും സാധിക്കാത്തതുപോലെ അത്രയ്ക്ക് ആഴത്തിലും പരപ്പിലും കടന്നു ചെല്ലാൻ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതുമാണ്. അത് കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല, ഇടതു ജനാധിപത്യ മുന്നണിയുടെ തന്നെ അടിത്തറ വിപുലീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. രണ്ടാമത്തേത്, പിണറായി ഗവൺമെൻറ്റിൻ്റെ ജനോപകാരപ്രദമായ സംഭാവനകളാണ്. വികസനപരമായ പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകളെയും അതിശയിക്കുന്ന പ്രവർത്തനമാണ് ഈ പിണറായി ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് പ്രതിപക്ഷ വിരുദ്ധ വികാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ വികസന പ്രവർത്തനങ്ങളെയും കുറ്റം പറയുകയും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷനെ പോലും കൈക്കൂലിയാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രതിപക്ഷം വാസ്തവത്തിൽ വളരെ ലജ്ജാകരമായ ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ് ഈ സമീപകാലങ്ങളിലായി ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം മാത്രം
ചൂണ്ടിക്കാണിക്കട്ടെ. കേരളത്തിൽ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഭവനരഹിതരില്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ ഏത് ഗവൺമെൻറ്റാണ് ആഗ്രഹിച്ചിട്ടില്ലാത്തത്? പക്ഷേ ഏതെങ്കിലും ഗവൺമെൻറ്റിനെ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. കാരണം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന ലൈഫ് ഭവന പദ്ധതിയിൽ 4,24,800 വീടുകൾ ഇപ്പോൾ പണി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രയും ആളുകളെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ ഒക്കെ സ്വന്തമായ, ഒരിക്കലും കാറ്റും മഴയും വെയിലും ഒന്നും ബാധിക്കില്ലാത്ത സ്വന്തം വീടുകളിൽ കഴിയാനിട വന്നിരിക്കുന്നു. 1,14,000 വീടുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ഇതുകൂടി ചേരുമ്പോഴുണ്ടാകുന്ന ആ ബൃഹത്തായ സംഖ്യ എത്രത്തോളം മഹത്തരമായ ഒരു ജനസേവന പ്രക്രിയയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത് മറ്റൊരു ഗവൺമെൻറ്റിനും ഇതുവരെ കഴിയാത്ത വലിയൊരു നേട്ടമാണ്. കാരണം ഒരു സ്വന്തം വീട് എന്നുള്ള സങ്കല്പം, ഒരു ആഗ്രഹം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വന്തം ഒരു വീട്. അത് ഒരു 4 കാലിൽ നിൽക്കുന്ന വീടായാലും മതി എന്ന് വിചാരിക്കുന്നത്ര പാവപ്പെട്ട മനുഷ്യരുള്ള കേരളത്തിൽ നിങ്ങളാരും അങ്ങനെയുള്ള വീടുകളിൽ അട്ടകടിയും കൊതുകുകടിയും മൂട്ടകടിയും ഒക്കെ കൊണ്ട് താമസിക്കേണ്ടതില്ല. മനോഹരമായ കോൺക്രീറ്റ് ഭവനങ്ങളിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാമെന്ന് ഉറപ്പുവരുത്തിയത് ഈ ഗവൺമെൻറ്റാണ്. ഇതൊന്നും നമ്മുടെ ആളുകൾ അറിയുന്നില്ല എന്നാണോ വിചാരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരള കോൺഗ്രസ് എം ഇന്നത്തെ ഇടതുമുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് കേരള കോൺഗ്രസിൻ്റെ അണികളെന്ന് പൊതുവെ അറിയപ്പെടുന്ന നമ്മുടെ മധ്യവർഗം, ഇടത്തരക്കാരായ ജനങ്ങൾ, അതായത് സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നവർ, മാണിസാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അധ്വാന വർഗം, അവരാണ് നമ്മുടെ കുടിയേറ്റ മേഖലകളിലും നമ്മുടെ ഈ സമതലങ്ങളിലുമൊക്കെ കുറച്ച് ഭൂമി സ്വന്തമാക്കി അവിടെ അധ്വാനിച്ച് ജീവിക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ ജീവിതം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ സന്തോഷകരമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വലിയ വിലക്കയറ്റം ഉണ്ട് എന്ന് ചിലരൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇല്ല എന്നുള്ളതാണ് അനുഭവം. ഓർമ്മിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ഓണക്കാലത്തെ ഏതെങ്കിലും വിഭവങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടായതായിട്ട് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഓണക്കാലത്ത് അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വിലക്കുറവ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ അനുഭവിച്ചത്. അതൊക്കെ നടന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ വിപണിയിലുള്ള ഫലപ്രദമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. ഇത്തരത്തിൽ പുരോഗമനപരവും ജനക്ഷേമോന്മുഖവുമായ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക്, ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾക്ക് ജീവിത ഭദ്രത വാഗ്ദാനം ചെയ്ത, അത് നടപ്പിലാക്കിയ ഒരു ഭരണമാണ് ഇന്നിവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സദ്ഫലങ്ങൾ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടില്ലാത്ത ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാകും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഇന്ന് വളരെ സന്തുഷ്ടരാണ്. കാരണം ഏത് ജനവിഭാഗത്തെയാണോ ഈ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ തൃപ്തികരമായ, സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പം ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ, നമ്മൾ കണ്ടെത്തുന്ന ഭരണാധികാരികൾ അവരുടേതായ വീക്ഷണത്തിൽ നമുക്ക് ക്ഷേമം ഉറപ്പാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു അനുഭവമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് തുടരാൻ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യം ഒരുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.